അർമീസ് അങ്ങനെ ഇതാ ആറമ്മും ബിയും കൂടെ എത്തിയിരിക്കുന്നു. 18 months മിലിറ്ററി സർവീസിന് ശേഷമാണ് ഇവര് ഇന്ന് രാവിലെ എത്തിയത്. നിങ്ങൾ ഇവരുടെ ഡിസ്ചാർജ്മെന്റിലെ ലൈവ് ഒക്കെ കണ്ടായിരുന്നു. ഞാനാണെങ്കിൽ 4 മണിക്കൊക്കെ അലാറം വെച്ചിട്ട് ഇരിക്കാൻ തുടങ്ങിയതായിരുന്നു. ഒരു 5:30 5:45 ആയപ്പോഴാണ് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് ജിന്നിനും ജേഹോപ്പിനും ശേഷം 3rd 4th മെമ്പേഴ്സ് ആയിട്ടാണ് ഇവര് ഡിസ്ചാർജ് ആയിട്ടുള്ളത്. നാളെ നമുക്കറിയാം ജിമ്മിനും ജെങ്കുക്കും വരും. അത് കഴിഞ്ഞ ശേഷം ഷുഗയും വന്ന് OT7 റീയൂണിയൻ ഉണ്ടാവും. എൻലിസ്റ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ആറമ്മും ബിയും അധികം ഒന്നും പ്രസിനോട് ഒത്തിരി സംസാരിച്ചില്ലെങ്കിലും കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേന് ഇവര് പ്രസിനോട് സംസാരിച്ചത് ഉടനെ തന്നെ സ്റ്റേജിലേക്ക് തിരിച്ചു വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ്. അവരുടെ വളരെ എക്സൈറ്റ്മെന്റിൽ അവിടെ നിന്ന് ഇറങ്ങിയത്. രണ്ടുപേരും ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്യാമറയിലോട്ടെല്ലാം നോക്കിയിട്ട് സല്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇവര് നേരെ ഹൈബിലോട്ട് എത്തിയപ്പോൾ അവരെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെ ഹോബി ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി ഹൈബിന്റെ ക്രൂ എല്ലാം ഉണ്ടായിരുന്നു അവിടെ. നമുക്ക് എന്തായാലും ഇനി ഇവര് വന്ന ലൈവിന്റെ ഷോർട്ടായിട്ട് ഒരു വെർഷൻ ട്രാൻസ്ലേഷൻ കേൾക്കാം. അർമിസ്, നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടായിരുന്നു? എനിക്കൊന്ന് ലൈവിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലായിരുന്നു. ഒരു 16 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു നോട്ടിഫിക്കേഷൻ ഒക്കെ എനിക്ക് വന്നത്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. അത് ഇനി എന്റെ മാത്രം ലേറ്റ് ആയിട്ട് വന്നതിന്റെ കുഴപ്പമാണോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഈ ലൈവിന്റെ ഒരു ട്രാൻസ്ലേഷൻ കേൾക്കാം. ഇതൊരു 30 മിനിറ്റ് കൂടുതലുള്ളതാണ്. അപ്പൊ നമ്മളിത് മാക്സിമം ഷോർട്ട് ആക്കിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഈ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ആർമീസ് ഒക്കെ എന്നെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇടയ്ക്ക് വിവേഴ്സിൽ ലൈവ് പോകണം. എനിക്ക് ഒരുപാട് ഡിഫിക്കൽട്ട് ടൈം ഉള്ളപ്പോൾ ഞാൻ വിവേഴ്സിൽ ലൈവ് പോകാറുണ്ടെന്നൊക്കെ. അപ്പോ നംജുൻ പറയുന്നുണ്ട്, ഞാനൊരു സർജന്റ് ആയതിനു ശേഷം ഞാൻ എന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യാനും ബുക്സ് ഒക്കെ വായിക്കാനും തുടങ്ങി. ഇനി പുറത്തിറങ്ങുമ്പോഴും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന്. അതിനിടയിലോട്ട് ജിന്ന് വരുന്നുണ്ട്. അപ്പോ നംജുൻ പറയുന്നുണ്ട്, ജിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ വന്നത്. അപ്പൊ ജിന്ന് നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് മിലിറ്ററി ഡിസ്ചാർജ് കഴിഞ്ഞ് ഇറങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ നംജുൻ പറയുന്നുണ്ട്, ഹോ 1 വർഷമായി കണ്ടിട്ട്, അങ്ങനെ പോലെ പറയുമ്പോഴത്തേന് ജിന്ന് പറയുന്നുണ്ട്, ഓ എനിക്ക് നിങ്ങളോട് വളരെ ജലസ് തോന്നുന്നു. നിങ്ങൾ ഡിസ്ചാർജ് ആയി, ഞാൻ എന്താണ് ഡിസ്ചാർജ് ചെയ്യുന്നതെന്ന് ജിന്ന് പറഞ്ഞു. ജിന്ന് എത്രയോ നാൾ മുന്നേ ഡിസ്ചാർജ് ആയ ആളാണ്. ഒരു ഡാഡ് ജോക്ക് പോലെ പറഞ്ഞതാണെന്ന് തോന്നുന്നു. പിന്നെ ജിന്ന് ഇവർക്കുള്ള ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. ജിന്ന് തന്നെ ആയിരുന്നു ആ ഗിഫ്റ്റ്. അതായത് നമ്മൾ മറ്റേ റിബൺ ഒക്കെ കെട്ടത്തില്ലേ ഗിഫ്റ്റിന്റെ, അതുപോലെ ജിന്നിനെ തന്നെ കെട്ടി ഇവർക്ക് ഒരു ഗിഫ്റ്റ് പോലെയാണ് ജിന്ന് അവിടെ വന്നത്. ജിന്ന് എപ്പോഴും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാറുണ്ടല്ലോ അതുപോലെ. ശേഷം വി ആണെങ്കിൽ ജിന്നിനോട് പറയുന്നുണ്ട്, ഹൈന് കുറെ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ നംജുനും അത് അംഗീകരിച്ചുകൊണ്ട് പറയുക, ശരിയാ ഡിസ്ചാർജിന് ശേഷം ജിന്ന് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ജിന്ന് പറയുന്നുണ്ട്, ശരിയാ നിങ്ങൾ ആരും ഇവിടെ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷെ നിങ്ങളിപ്പോ വന്നല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരുമിച്ച് ഹാർഡ് വർക്ക് ചെയ്യാന്ന്. അപ്പൊ നംജു പറയുന്നുണ്ട്, ശരിയാ നാളെ 2 പേരും കൂടെ ഇറങ്ങുന്നുണ്ടെന്ന്. അപ്പൊ ജിന്ന് പറയുന്നുണ്ട്, ശരി ആ 2 പേരും കൂടെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് 4 പേർക്കും ഒരുമിച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ ഞാൻ നിങ്ങളിൽ ബിലീവ് ചെയ്യുന്നുണ്ടെന്നും പറയുന്നു. ഇത് കേട്ട് വി പറയുന്നുണ്ട്, ഹൈങ്ങിന് ഞങ്ങളെ വിശ്വസിക്കാൻ, ഞങ്ങൾ ഇനി കുറെ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യും, ഇനി ഹൈങ്ങിന് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കാന്ന് പറയുന്നുണ്ട്. നംജുൻ പറയുന്നുണ്ട്, ഇല്ല നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഹാർഡ് വർക്ക് ചെയ്യണം, ഞാൻ നിങ്ങളിലെല്ലാം വിശ്വസിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേന് ജിന്ന് പറയുന്നു, നിങ്ങളുടെ ബോഡിയൊക്കെ ഭയങ്കര സെറ്റ് ആയിട്ടുണ്ട്, നിങ്ങളുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാൻ ഉറപ്പായിട്ട് നിങ്ങൾ എന്നെ തിരിച്ചടിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നംജുൻ പറയുന്നുണ്ട്, ശരിയാ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്താൽ നീ ഉറപ്പായിട്ട് ലോസ് ആകുമെന്ന്. അപ്പം ജിന്നു അത് അംഗീകരിച്ച്, ആ ശരി എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് സംസാരം പോകുമ്പോൾ വീണ്ടും നംജുൻ ആണെങ്കിൽ ജിന്നിനോട് പറയുന്നുണ്ട്, നീ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു, ഡിസ്ചാർജിന് ശേഷം നീ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ജിന്നു പറയുന്നുണ്ട്, നീ എന്തായി പറയുന്നത്, നമ്മൾ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ പുറത്തായിരുന്നാലും നിങ്ങൾ അകത്ത് മിലിറ്ററിയിലായിരുന്നാലും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. കൂടാതെ ജിന്നിന്റെ വരാൻ പോകുന്ന വേൾഡ് ടൂറിനുള്ള വിഷസ് എല്ലാം നംജുൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജിന്നാണെങ്കിൽ അത് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട്, ഹോബി എന്താ വന്നില്ലേ എന്ന്. അപ്പൊ നംജുൻ പറയുന്നുണ്ട്, ഹോബി നേരത്തെ വന്നായിരുന്നു, പക്ഷെ ഒരു ഡിഫറെന്റ് ടൈമിലാണ് വന്നത്, നിങ്ങൾ രണ്ടുപേരും 2 ടൈമിലാണ് വന്നതെന്ന്. ഇതിന് മറുപടി ആയിട്ട് ബി പറയുന്നുണ്ട്, ജിന്ന് എന്താ വരാഞ്ഞ എന്ന് ഹോബി ഹൈയും ചോദിച്ചായിരുന്നു എന്ന്. അപ്പൊ ജിന്ന് പറയുന്നുണ്ട്, ഞാൻ കണ്ടില്ലേ ഒരു ഗിഫ്റ്റ് പോലെ നിങ്ങളെ സർപ്രൈസ് ആക്കാൻ വേണ്ടി വന്നതാണെന്ന്. അങ്ങനെ അവിടുന്ന് ബായ് പറഞ്ഞ് ജിന്ന് പോയി. ശേഷം ആറും വിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കണ്ടിന്യൂ ആയിട്ട് കുറെ സംസാരിക്കുന്നുണ്ട്. അതിൽ വി പറയുന്നുണ്ട്, ഞാൻ ക്യാമറയിൽ നോക്കിയിട്ട് ഒരുപാട് നാളായി എന്നും പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹലോ ഒക്കെ പറയുന്നുണ്ട്. ഹോ ഫൈനലി ഞങ്ങൾ അങ്ങനെ ഡിസ്ചാർജ് ആയി എന്നൊക്കെ സന്തോഷത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, ഞങ്ങൾ വർക്ക് ഹാർഡ് ചെയ്തായിരുന്നു അവിടെ എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം നംജുൻ പറയുന്നുണ്ട്, എന്റെ ശബ്ദത്തിന് കുറച്ച് വ്യത്യാസമൊക്കെ കാണും, ഞാൻ കുറച്ച് അനോയിഡ് ആണ്, കാരണം എനിക്കൊരു പനിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു 2 വീക്ക് മുമ്പ്. നംജുൻ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് പോലെ പറയുന്നുണ്ട്, ഞാനൊരു 2 ആഴ്ചയും വൈകിട്ട് എപ്പോഴും സ്റ്റെയറിൽ പോയിട്ട് ഇരിക്കുമായിരുന്നു, അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ലഞ്ച് സ്കിപ്പ് ചെയ്യാറുണ്ടായിരുന്നു. എസ്റ്റർഡേയിലെ കാര്യം പറയുവാണെങ്കിൽ, അതായത് എസ്റ്റർഡേ വരെ അവരൊരു സോൾജിയർ ആയിരുന്നു, അപ്പോഴത്തെ ലൈഫ് പോലാണ് പറയുന്നത്. ഇന്നലെ ആണെങ്കിലും ഞാൻ 2 മണി വരെ ഇരുന്ന് കരഞ്ഞായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ലേറ്റ് ആയിട്ടാണ് കിടന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് എൻ്റെ ഫേസ് ഒക്കെ കുറച്ച് സൊല്ലനാണെന്നൊക്കെ നംജുൻ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു മിലിറ്ററിയിലായിരുന്നത്തെ ഒരു സോൾജറിന്റെ എക്സ്പീരിയൻസ് പോലാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പം ഭയങ്കര ഹാപ്പി ആണെന്നും പറയുന്നുണ്ട്. അത് അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലെ ബേസിലാണെന്നൊന്ന് പറയുന്നത്. പിന്നെ അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജൂണി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു ലൈവും കൂടെ വരുമെന്ന്. എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പോൾ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വി ഒരു ലൈവും കൂടി ഇപ്പോൾ വന്നു. നമുക്ക് എന്തായാലും അടുത്ത ലൈവിന്റെ ട്രാൻസ്ലേഷൻ ഒക്കെ ആയിട്ട് കാണാം. ബൈ ആർമീസ്. ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആഡ് ചെയ്യണേ.